ചർച്ചകൾക്ക് മുൻപേ ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക തയ്യാറെടുപ്പുകൾ നടത്തുന്ന വിവരങ്ങളിൽ പടിഞ്ഞാറൻ മീഡിയകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. പറയുന്ന കാര്യം, അടുത്ത ശനിയാഴ്ചയാണ് ഒമാനിൽ വെച്ച് അമേരിക്കൻ ഇറാൻ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തുന്നത്. ഉന്നതതല സംഘത്തോടൊപ്പം മന്ത്രിതല സംഘങ്ങളും പങ്കെടുക്കുന്ന വിപുലമായിരിക്കുന്ന ഒരു ചർച്ചയാണ് ഒമാനിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. അതിനു മുൻപ് തന്നെ ഏറെക്കുറെ ഇറാനെ ആക്രമിക്കണം എന്ന തരത്തിലുള്ള നിലപാടുകൾ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് ചോർന്നതായിരിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കരാർ വ്യവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഉണ്ടായതിനു ശേഷം ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള വില അമേരിക്ക നൽകേണ്ടി വരും എന്നുള്ളതും മേഖലയിൽ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയപ്പാടുള്ളതിനാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം കണക്കിലാക്കി ആണവ കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കുക എന്നുള്ള ഒരു പദ്ധതിക്ക് അമേരിക്ക തുടക്കം കുറിച്ചിട്ടുണ്ട് എന്ന തരത്തിലാണ് റിപ്പോർട്ട് പറയുന്നത്. എന്നാൽ ഇതൊരു സ്ഥിരീകരിക്കപ്പെട്ട ഔദ്യോഗികമായിരിക്കുന്ന റിപ്പോർട്ടല്ല എന്നും അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ച് ഇറാന്റെ ഭാഗത്തിൽ നിന്ന് മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത്, ഇത്തരം ആക്രമണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നതിനാൽ പ്രതിരോധം തീർക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും തങ്ങളുടെ അതിർത്തി ഭാഗങ്ങളിലും ആണവ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലെല്ലാം ഞങ്ങൾ ചെയ്തിരിക്കുന്നു. ശത്രുവിൻ്റെ ശക്തി കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പ്രതിരോധ സംവിധാനത്തിൻ്റെ ശക്തിയും ഞങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതും അതോടൊപ്പം തന്നെ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ റഷ്യയുടെ ഭാഗത്ത് തങ്ങൾക്കുണ്ട് എന്നതിനാൽ ആയുധത്തിൻ്റെ കുറവോ പ്രതിരോധ സംവിധാനവുമായിട്ടുള്ള കുറവുകളോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത വിധം തങ്ങൾ അതിൻ്റെ എല്ലാ മേഖലകളും വളരെ കൃത്യമായ രീതിയിൽ നിരീക്ഷിച്ചു കൊണ്ടാണ് പ്രതിരോധം ഉണ്ടാക്കുക എന്നുള്ളൊരു മറുപടി അല്ലെങ്കിൽ എന്നുള്ള ഒരു പ്രതികരണം ഇറാൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് സംഘർഷാവസ്ഥ ഒന്നുകൂടി കൂടുകയാണ് എന്ന തരത്തിലാണ് ഇതിൻ്റെ റിപ്പോർട്ടിൻ്റെ ഭാഗങ്ങളോ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഹെൽത്ത് ബോംബറുകൾ ഇറാൻ അതിർത്തി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആയുധങ്ങളുടെ വലിയ ശേഖരങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് മറ്റൊരു റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കും. പറയുന്ന കാര്യം ഇങ്ങനെയാണ്, 2003 ലിബിയയിൽ അമേരിക്ക ഇടപെട്ടതുപോലെയുള്ള ഒരു ഇടപെടലാണ് ഇറാനിൽ ഉദ്ദേശിക്കുന്നത്. അപ്രതീക്ഷിതമായ രീതിയിലുള്ള വലിയൊരു മുന്നേറ്റം ഈ ലിബിയയിൽ ഉണ്ടാക്കിക്കൊണ്ട് സർക്കാരിനെ തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധിയാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ ഇടപെടലുകൾ 2003 കാലത്തിൽ വലിയ ഗുണം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പിന്നീട് അഭിമാന പുരസ്കാരം അമേരിക്ക പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2003 ആക്രമണത്തിന് ശേഷം പിന്നീട് ഏറെക്കുറെ പിൻവലിഞ്ഞിട്ടുണ്ടെങ്കിലും വലിയ നിരീക്ഷണമായിരുന്നു ലിബിയയുടെ മേഖലകളിൽ അമേരിക്ക നടത്തിയിരുന്നത്. 2011 ഒക്ടോബർ മാസം 20-ാം തീയതിയാണ് ലിബിയയുടെ പ്രസിഡന്റായിരുന്ന കേണൽ ഗദ്ദാഫി വെടിയേറ്റ് മരിക്കുന്നത്. അപ്പോൾ 2003 ശേഷം 2011 വരെയുള്ള നിരീക്ഷണവും ആ മേഖലകളിൽ വിമതപക്ഷത്തെ സംഘടിപ്പിക്കുകയും അവർക്ക് ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിലും അമേരിക്ക വിജയിച്ചു. അപ്പോൾ ഏറെക്കുറെ ചില ഏരിയകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരന്തരം ഭരിക്കുന്ന സർക്കാരിൻ്റെ ലിബിയൻ സർക്കാരിനെതിരെ വിമതപക്ഷത്തിൻ്റെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും തലവേദന സൃഷ്ടിക്കുകയും പല ഘട്ടങ്ങളിലും അവരെ പിടിച്ച് ജയിലടക്കുകയും പല ആൾക്കാരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന സ്ഥിതിയൊക്കെ ആ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ UN സഭ ഇടപെട്ടിട്ടുണ്ട്, മനുഷ്യത്വരഹിതമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നു. ജനാധിപത്യപരമായ രീതിയിൽ പ്രതികരിക്കാൻ ഓരോ രാജ്യത്തിനെയും പൗരന്മാർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിനെ കടന്നു കയറിയിട്ടുള്ള ഒരു ഇടപെടൽ ലിബിയ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാകും എന്ന തരത്തിലൊക്കെ UN സഭയിൽ നിന്നുള്ള പ്രതിനിധികൾ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ലിബിയക്ക് തുല്യമായ രീതിയിലുള്ള പ്രവർത്തികൾ ഇറാനിൽ നടപ്പിലാക്കാൻ പല ഘട്ടങ്ങളിലും അമേരിക്ക ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ശ്രമമൊക്കെ പരാജയപ്പെടുകയാണുള്ളത്. ജനാധിപത്യപരമായിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് പല ഘട്ടങ്ങളിലും ഇറാനിൽ അമേരിക്ക നടത്തിയത്. അത് ഇറാഖിൻ്റെയും ലിബിയക്കും ശേഷം തെമ്മാടി ലിസ്റ്റിലെ ഏറ്റവും പ്രധാന രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ എന്നതിനാൽ ആ മേഖല തകർക്കുക എന്നുള്ളത് പൗരാണികമായ രീതിയിൽ തന്നെ അമേരിക്കയുടെ ലക്ഷ്യമാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പേ അതിന് വലിയ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും അവിടെയുള്ള വിശ്വാസപരമായിരിക്കുന്ന ഏകത്വവും പ്രതിരോധ രംഗത്ത് അവർക്കുണ്ടായിരിക്കുന്ന മേധാവിത്വവും തകർക്കാൻ സാധിക്കാത്ത വിധം അമേരിക്ക അതിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
ഇപ്പോൾ ഈ അവസരം ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അവിടുത്തെ ആണവായുധ ശാസ്ത്രജ്ഞനെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഇസ്രായേലാണ് കൊന്നതെങ്കിലും അതിന് പിന്നിൽ പ്രവർത്തിച്ച അമേരിക്കയാണ്. സൈനിക മേധാവിയെ ബാഗ്ദാദിൽ വെച്ച് കൊന്നിട്ടുണ്ട്. കൊന്നത് ഇസ്രായേലാണെങ്കിൽ പ്രവർത്തിച്ചത് അമേരിക്കയാണ്. ഇങ്ങനെ സർവ്വ മേഖലയിലും പരാജയങ്ങളും നാശങ്ങളും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഒറ്റപ്പെട്ട രീതിയിലുള്ള പ്രതിരോധമല്ലാതെ ശക്തമായ രീതിയിലുള്ള രാജ്യത്തിൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കാൻ തരത്തിലുള്ള ഒരു പ്രവൃത്തിയും ചെയ്യാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. അതിൻ്റെ പരിണിത ഫലം യഥാർത്ഥത്തിൽ അമേരിക്ക പല ഘട്ടങ്ങളിൽ അനുഭവിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിൽ അമേരിക്കയോടുള്ള താല്പര്യം അറബ് രാജ്യങ്ങൾ കുറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം ഇത്തരം വിഷയങ്ങളിലൊക്കെയുള്ള ഇറാൻ്റെ നേരിട്ടുള്ള ഇടപെടലാണ്. അല്ലെങ്കിൽ യുദ്ധവും പ്രതിരോധവും അമേരിക്കയോടുള്ള വെല്ലുവിളിയും പരസ്യമായിട്ട് തന്നെ പ്രഖ്യാപിക്കാൻ ഇറാന് സാധിക്കുന്നുണ്ട് എന്നത് എല്ലാ കാലത്തും ഇറാനെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. ഇപ്പോൾ അവർ പറയുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ആണവശക്തിയെ ക്ഷയിപ്പിക്കാനുള്ള പ്രവർത്തികൾ അമേരിക്ക നടത്തും. അതോടൊപ്പം തന്നെ ഇറാന്റെ മിസൈൽ പദ്ധതി, അത് വലിയ രീതിയിലുള്ള പദ്ധതിയാണ് എന്ന് മാത്രമല്ല ലോകത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് മിസൈൽ പദ്ധതി കൊണ്ട് ഇറാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറാനിൽ വെച്ചുകൊണ്ട് തന്നെ ലോകത്തിലെ പരമാവധി രാജ്യത്തെ ആക്രമിക്കാനുള്ള വൈദൂര മിസൈലുകളുടെ സൃഷ്ടിപ്പ് മേഡ് ഇൻ ഇറാൻ ആക്കി തന്നെ അവർ നിർമ്മിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചു. അവരുടെ നിർമ്മിതിയാണ് യഥാർത്ഥത്തിൽ യമനിൽ നിന്ന് 2000 കിലോമീറ്റർ വൈദൂരത്തിലുള്ള ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി ഹൂത്തികൾ ഉപയോഗിക്കുന്നത് ഇറാൻ നിർമ്മിച്ച മിസൈലാണ് എന്നുള്ളത് പോലും യഥാർത്ഥത്തിൽ അമേരിക്കയെ അമ്പരപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നേരിട്ടുള്ള ഇതിനിടയിൽ തന്നെ അമേരിക്ക പറഞ്ഞിരിക്കുന്ന കാര്യം മധ്യസ്ഥരില്ലാത്ത രീതിയിൽ നേരിട്ട ചർച്ചക്കാണ് തങ്ങൾക്ക് താല്പര്യം എന്ന തരത്തിലാണ്. നേരിട്ടുള്ള ചർച്ച ഒരു തരത്തിൽ ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് ഇറാൻ പറഞ്ഞതോടുകൂടിയാണ് അവിടെ യഥാർത്ഥത്തിൽ അമേരിക്ക പ്രതിസന്ധിയിലായത്. പിന്നീട് ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയാൽ അതിന് തിരിച്ചടികളുടെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ വ്യോമ സൈനികർക്കോ അല്ലെങ്കിൽ സായുധ സൈനികർക്കോ സാധിക്കുന്നില്ല. അതിൻ്റെ കാര്യം അവർ പറയുന്നത് യമനിൽ നിന്നുള്ള ആക്രമണം തന്നെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ വേണ്ടി ചെങ്കടലിലുള്ള തങ്ങളുടെ സൈനികർക്ക് സാധിക്കാത്ത വിധം അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് യമനിൽ നിന്ന് ഹൂത്തികൾ തങ്ങളുടെ കപ്പലിന് നേരെ ആക്രമിക്കുന്നത്. വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല പ്രതിരോധിച്ചുകൊണ്ട് അവരെ തകർക്കാൻ വേണ്ടി സാധിക്കുന്നുമില്ല. പല രാജ്യങ്ങളിലും അമേരിക്ക ഇടപെട്ടതിന് തുല്യമായ രീതിയിൽ ഇറാനിൽ ഇടപെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതും അവരുമായി നയതന്ത്ര ബന്ധം ഇല്ല എന്നുള്ളത് വലിയ മണ്ടത്തരമായി പോയി എന്നുള്ളിടത്തേക്ക് ഇപ്പോൾ അമേരിക്ക എത്തിയിരിക്കുകയാണ്. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: നയതന്ത്ര ബന്ധം വിച്ഛേദിക്കപ്പെടാനുള്ള കാരണക്കാരൻ അമേരിക്ക തന്നെയാണ്. ആണവായുധ കരാർ വ്യവസ്ഥയിൽ ഇറാൻ നിലവിലുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രംപ് ഭരണത്തിൽ നിന്നാണ് അമേരിക്ക, അതായത് ട്രംപാണ് യഥാർത്ഥത്തിൽ ആണവായുധ കരാറിൽ നിന്ന് ഇറാനിൽ നിന്ന് അവർ മാറി നിന്ന് ആ കരാർ വ്യവസ്ഥ മരവിപ്പിക്കുന്ന തരത്തിലുള്ള നിയമം കൊണ്ടുവന്നത്. അതോടുകൂടി ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആണവായുധം ഉണ്ടാക്കാൻ വളരെ എളുപ്പമായി, സൗകര്യമായി. കരാർ വ്യവസ്ഥയൊന്നുമില്ല, ആരെങ്കിലും ലംഘനം നടത്തിയിട്ടുണ്ട് എന്ന് പറയാനില്ല. കാരണം ആ കരാർ വ്യവസ്ഥയിൽ അണുവായുധമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥയിൽ തങ്ങളില്ലാത്തത് കൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് തങ്ങൾക്കൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല എന്ന തരത്തിൽ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് അവർ വിപുലമായ രീതിയിലാണ് ഈ സംവിധാനങ്ങൾ ഒരുക്കുകയും വികസിപ്പിക്കുകയും ചെയ്ത്. എന്തെങ്കിലും ഒരു പ്രവർത്തന കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു വസ്തുക്കൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങൾ എല്ലാ കാലത്തും റഷ്യക്കുണ്ട്, ഇറാനുണ്ട്. അത് ഇറാൻ പറയുന്നത് റഷ്യയിൽ നിന്ന് 500 കിലോമീറ്റർ വൈദൂരമുള്ള മിസൈൽ വാങ്ങിയാൽ അത് 2000 കിലോമീറ്ററിലേക്ക് മാറ്റി പരിവർത്തനം ചെയ്യാൻ മാത്രം പക്വതയുള്ള ശാസ്ത്രജ്ഞന്മാരെ സൃഷ്ടിക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നതിനാൽ അമേരിക്കയോ ഇസ്രായേലോ തങ്ങൾക്ക് ഇരയാകുന്ന ശത്രുവായിട്ട് കാണുന്നില്ല. ഏത് തരത്തിലും തങ്ങൾക്ക് ആക്രമിക്കാൻ പാകത്തിൽ തന്നെ അവരുള്ളൂ എന്ന് അവർക്കും അറിയാം എന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചർച്ച നടത്തിയിട്ട് എന്തെങ്കിലും ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് ആക്രമിക്കാൻ കഴിയില്ല എന്നതിനാൽ മുൻകൂട്ടി തന്നെ ഈ പറയപ്പെട്ട കരാർ വ്യവസ്ഥയുടെ തീയതിക്ക് മുമ്പേ തന്നെ ആക്രമിക്കാനുള്ള പരിപാടികൾ ആലോചിക്കുന്നു എന്ന തരത്തിലാണ്. അത്തരം ആലോചനകൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രതിരോധം ഉണ്ടാക്കാനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നവർ മറുപടിയും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് എത്രത്തോളം എവിടെ എത്തും എന്നുള്ളത് ആർക്കും നിരീക്ഷിക്കാൻ പറ്റാത്ത വിധം സങ്കീർണമായിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ ഇതൊക്കെ പുകമറ സൃഷ്ടിക്കുകയാണ്. ഇങ്ങനെയൊന്നും ചെയ്യാനുള്ള ധൈര്യം നിലവിൽ അമേരിക്കയ്ക്കില്ല. കാര്യം മിഡിൽ ഈസ്റ്റ് മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഇറാൻ്റെ പ്രത്യാക്രമണമോ പ്രതിരോധം ഉണ്ടാകുന്ന സമയത്ത് അത് ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ പോലും വലിയ അഭിപ്രായ ഭിന്നതകൾ യഥാർത്ഥത്തിൽ ഭരണകക്ഷിയായിരിക്കുന്ന ട്രംപിൻ്റെ ഭരണകൂടത്തിൽ ഇപ്പം നിലനിൽക്കുകയാണ്. പ്രതിപക്ഷവും ഭരണപക്ഷവും അവിടുത്തെ ജനങ്ങളും സംയോജിച്ചുകൊണ്ട് ഇപ്പോഴും ട്രംപിന് പിന്തുണ നൽകിയിട്ടില്ല. ട്രംപിനെ വിമർശിക്കുന്നവരും എതിർക്കുന്നവരുടെയും എണ്ണം നാൾക്കുനാൾ കൂടി വരുന്നു എന്നതിനാലും ഉക്രൈൻ റഷ്യൻ വിഷയത്തിലും പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിലൊക്കെ അമേരിക്ക ഇടപെട്ട രീതി തന്നെ തെറ്റാണ് എന്നാണ് അവരുടെ അഭിപ്രായം.
ഈ അഭിപ്രായത്തിൻ്റെ മേലെ കയറിക്കൊണ്ട് ഒരു നിലപാടെടുക്കാൻ വേണ്ടി നിലവിൽ ട്രംപിന് സാധിക്കുകയില്ല എന്നുള്ളിടത്ത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ റിപ്പോർട്ടിൻ്റെ ഒക്കെ അവസാന ഭാഗങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ചർച്ചയ്ക്ക് മുൻപേ ആക്രമിക്കും എന്നൊക്കെ ഒരു പുകമറ സൃഷ്ടിക്കുക എന്നല്ലാതെ അങ്ങനെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ വലിയ കനത്ത രീതിയിലുള്ള തിരിച്ചടി ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടാകും എന്ന് വളരെ കൃത്യമായ രീതിയിൽ അമേരിക്ക മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.